ഞാൻ അടുത്തിടയ്ക്ക് ഒരു ടീമിനെ കണ്ടു. ഇത് നാടൻപാട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മുണ്ടും ഒരു ജുബയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ഷൂസും പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകളെല്ലാം ഞാൻ മോഡേൺ ആയിട്ടുള്ള, പക്ഷെ അതും ഇന്നത്തെ തലമുറ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായും പിള്ളേരെല്ലാം ആടിത്തിമിർക്കുക അത് കാണുമ്പോൾ. ഇപ്പോഴുള്ള സിനിമകളിലെല്ലാം നാടൻപാട്ടിനെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. ഉദാഹരണം എള്ളുള്ളേരി എള്ളുള്ളേരി, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് പോലെ എല്ലാ സിനിമകളിലും ഒരേ പാട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു? നല്ലതാണത്. ഒന്ന് നമ്മൾ അത് മുഖ്യധാരയിലേക്ക് വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കരെ മാണിനങ്കരെ എന്നാണ് പാടുന്നത്. ശരിക്കും അതിന്റെ ലിറിക്ക് തെറ്റാണ്. പിന്നെ അതിന്റെ ശരിക്കുള്ള ലിറിക്ക് എന്ന് പറയുന്നത് എവളുള്ളേരി എവളുള്ളേരി മാണിനാഗർ എന്നാണ്. ഇത് ഭാഷ ഏതാ? ഭാഷ ഇത് കന്നഡയും മലയാളവും മിക്സ് ചെയ്ത മാവിലർ സമുദായത്തിന്റെ, കാസർഗോഡ് മാവിലർ സമുദായത്തിന്റെ മംഗലംകളിയുമായി ബന്ധപ്പെട്ട പാട്ടാണ് ഈ എവളുള്ളേരി എവളുള്ളേരി മാണിനാഗർ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെയാണ് എവിടെയാണ് മാണിനാഗർ എന്നാണ്. മാണിനാഗർ എന്ന് പറയുന്ന ഈ മാവിലർ സമുദായത്തിലെ ആരോഗ്യ ദൃഢഗാത്രനായ വലിയൊരു അധ്വാനിയായിരുന്നു. അന്നത്തെ സമയത്ത് പുള്ളി അടിമച്ചന്തയിൽ വിറ്റതാണ്. പുള്ളി നല്ല, അതായത് 8-9 പേരുടെ പണി പുള്ളി ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. പുള്ളി അടിമച്ചന്തയിൽ വിറ്റതാണ്. പുള്ളി ഒരു മടുപ്പും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചന്തകളിൽ നിന്ന് ചന്തകളിലേക്ക് വിറ്റുപോയൊരു മനുഷ്യനാണ് ഈ മാണിനാഗർ. ഈ മാണിനാഗർ ഈ മാവുലർ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മാവുലർ സമുദായത്തിലുള്ള സതീഷ് എന്ന് പറയുന്നൊരു സുഹൃത്ത് ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ, പ്രായം അറിയിച്ചു കഴിഞ്ഞാൽ ഈ ആങ്ങള ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്, കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് മാണിനാഗരില്ല. അപ്പോൾ ഈ മാണിനാഗരെ അന്വേഷിച്ചുള്ള യാത്രയാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം. എവിടെയാണ് മാണിനാഗർ? വീരാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ചന്ത, പേട്ട മീൻസ് ചന്ത, വീരാത്ത് പേട്ട കാണും, ഇന്നടത്ത് കാണും, ഇന്ന ചന്തയിൽ കാണും, ഇന്ന സ്ഥലത്ത് കാണും. അവർ പറയുന്നുണ്ട് മാണിനാഗരെ നീ വാ, അവൾക്ക് എണ്ണ മേടിച്ചു കൊടുക്കേണ്ടത് നീയാണ്, മഞ്ഞൾ മേടിച്ചു കൊടുക്കേണ്ടത് നീയാണ്. അപ്പൊ നീ ഇവിടെ ഇവരിങ്ങനെ അന്വേഷിച്ചിട്ട് അവസാനം ഇവർക്ക് തന്നെ ഇവരോട് വല്ലാത്ത പ്രതിഷേധം, ഇവർക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാടെ വന്നിട്ട് അന്നത്തെ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇവർക്ക് എവിടെയാണ് ഞങ്ങളുടെ മാണിനാഗർ കൊണ്ട് താന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ പുറത്തിങ്ങനെ അടിച്ചിട്ട് സ്വന്തം ശരീരത്തെ നോവിച്ച് പ്രതിഷേധം അറിയിക്കുന്ന കളിയുടെ പിൻപാട്ടാണ് ഈ എവളുള്ളേരി എവളുള്ളേരി മംഗലം കളിയുടെ, മാവിലർ മംഗലം കളിയുടെ പിൻപാട്ടാണ്. ഇത്രയും വലിയൊരു ചരിത്രം ഈ പാട്ടിന് എല്ലാവരും വന്നിട്ട് എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കേരി. ശരിക്കും നമ്മൾ ഈ ട്രഡീഷണൽ ഫോക്കിനെ സിനിമയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന്റെ ലിറിക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറിപ്പോകും. ശരി, ഇതുപോലെ ഓരോ പാട്ടിനും ഓരോ ചരിത്രങ്ങളുണ്ടാവും. പിന്നെ എല്ലാ പാട്ടിന്റെ പിന്നിലും ചരിത്രങ്ങളുണ്ട്. ചരിത്രമില്ലാത്ത ഒരു പാട്ട് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് അവർ കളിക്കുന്ന സമയത്ത് പാടുമ്പോൾ പോലും അവർക്ക് അന്ന് ഒരു പക്ഷേ അവരനുഭവിച്ച ഒരു എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ ബേസിലായിരിക്കും അവർ പാടുന്നത്. സ്വന്തം ശരീരത്തെ നോവിച്ചുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുക. ഈ മാണിനാഗരോട് ചെയ്ത ആ ചെയ്തിക്കെതിരെ അത്ര ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാനേ കഴിയുള്ളൂ. അതുള്ളൂ, തീർച്ചയായിട്ടും. അല്ലാതെ അവർക്ക് സമരം നടത്താനോ പിന്നെ സത്യാഗ്രഹം ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ സങ്കടവും ദേഷ്യവും ഒക്കെ അവർ സ്വന്തം ശരീരത്തിൽ അതാണ് പാട്ടിന്റെ ഇതിവൃത്തം. അപ്പൊ നമ്മളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കെല്ലാം ഓരോ അനുഭവങ്ങളുണ്ടാവും. തീർച്ചയായും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചീത്തയുമായ അനുഭവം, ചീത്തയുണ്ടാവും, നല്ലതുണ്ടാവും, ചിരി തോന്നുന്നുണ്ടാവും. ഇത് ഞാൻ ചോദിക്കാറുണ്ട്, അത് മുടക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ പ്രോഗ്രാം? ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു സന്തോഷത്തിന്റെ അനുഭവമുണ്ട്, സങ്കടത്തിന്റെ അനുഭവം. ആദ്യം സന്തോഷം പറ. അതെ, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലേ, ഇതിലേക്ക് ഇറങ്ങുന്ന ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് കുട്ടുമ്പ സാറ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുട്ടുമ്പ മാഷിനോടൊപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എൻ്റെയും ബാനർജിയുടെയും വലിയ ആഗ്രഹമായിരുന്നു. അതായത് ഒരു പാട്ടുകാരൻ ദാസേട്ടനോടൊപ്പം പാടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കുട്ടുമ്പ മാഷിനോടൊപ്പം. പുള്ളി ആണല്ലോ ഇതിൻ്റെ ലെജൻഡ്. അങ്ങനെ ബാനർജി അവിടെ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നാടോടിയിൽ ഞാനായി. അങ്ങനെ ബാനർജി ഫൈൻ ആർട്സിൽ എക്സാം ടൈമിൽ ബാനർജിക്ക് പകരം എന്നെ അവിടെ നാടൻപാട്ടിലേക്ക് സാറിനോട് തായില്യത്തിലേക്ക്. അന്നത്തെ കലാഭവനായിരുന്നു തായില്യം. അതെ, ഞങ്ങളൊക്കെ മിമിക്രിയുടെ കലാഭവനിൽ കയറുന്ന പറയും പോലെ നാടൻപാട്ടിന്റെ കലാഭവനായിരുന്നു കുട്ടമ്പാട്ടിന്റെ തായില്യം. നാടോടി എന്ന് പറഞ്ഞ കുഞ്ഞു ട്രൂപ്പിൽ നിന്ന് മത്തായി അങ്ങനെ തായില്യത്തിൽ ബാനർജിക്ക് പകരം ബാനർജി എന്നെ കുട്ടമ്പാഷിനോടൊപ്പം. ശരി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സാറിനോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ദിവസം സാറ് വിളിച്ചിട്ട്, അവിടെ മദ്രാസിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, പോകണം. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. ഞങ്ങൾ തലേന്ന് സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറുന്നു. അപ്പം സാറിൻ്റെ കൂടെ പ്രോഗ്രാമിന് പോവുകയാണെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിചാരം. മദ്രാസിൽ പരിപാടിക്ക് പോകുക, ആദ്യമായിട്ട് ഈ കേരളം വിട്ട് പരിപാടിക്ക് പോകുക. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്.
സാർ ഇത് എന്തിനാ പോകുന്നതെന്നൊന്നും ആരോടും പറയുന്നില്ല. ഞാനുണ്ട്, സാറുണ്ട്, കുട്ടറസ്, പിന്നെ സാറിൻ്റെ മകനുണ്ട്, 2 ഫീമെയിലുണ്ട്, ബാനർജി ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരോടാണ് പോകുന്നത്. അപ്പം അവിടെ ചെല്ലുന്നു, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി വരുന്നു, ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നു, ഫ്രഷ് ആകുന്നു. 9 മണിയായപ്പോൾ വേറൊരു വണ്ടി വരുന്നു, ഞങ്ങൾ നേരെ കോടമ്പക്കത്ത് വരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു പ്രസാദ് സ്റ്റുഡിയോ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പം അവിടെ ഒരു ഗ്രൂപ്പ് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രോഗ്രാം അല്ല, ഇത് റെക്കോർഡിങ്. ഈ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ടൈറ്റിൽ സോങ്ങിൻ്റെ എന്തെങ്കിലും റെക്കോർഡിംഗ് ആയിരിക്കാം. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പറ്റം കുറേ സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. അസിസ്റ്റൻറ്റുകൾ പാട്ട് പറഞ്ഞു തരുന്നു, ഞങ്ങൾ പാടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഒരു മനുഷ്യൻ വരുന്നു. അപ്പോൾ ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ജുബായും ഇട്ട് നിറച്ച ദീക്ഷയൊക്കെയുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ ബാനർജി എടുത്ത് ചോദിച്ചു, ഡബേ ഈ പുള്ളിയെ നല്ല പരിചയമുണ്ടല്ലോ. ബാനർജി പറഞ്ഞാൽ നല്ല പരിചയമുണ്ട്. അപ്പോഴത്തേനും പുള്ളി പാസ് ചെയ്ത് അദ്ദേഹം. ബാനർജി ഇളയരാജ സാറല്ലേ? അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സോങ്ങിന്റെ ഗ്രൂപ്പ് പാടുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി കാണാം. ഞങ്ങൾ തേവൊക്കെ പെരുത്ത് ഒരുമാതിരി തീർത്ത്. കാരണം ആ മനുഷ്യൻ അത്രയും ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കാണുക. നമ്മൾ പാട്ടുകൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു അവസ്ഥയായിട്ട്, പാടണോ ഇറങ്ങി ഓടണോ വേറൊരവസ്ഥയായിപ്പോയി. അത് അന്ന് ഈ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു, ഇപ്പോഴും മനസ്സിൽ ആ ഫ്രെയിം ഇപ്പോഴും ഉണ്ട്. ആ ഒരു ചിത്രം ഞങ്ങളെ കേരളത്തിൽ നിന്ന് ആ ഒരു സോങ്ങിന്റെ അമ്പും കുമ്പും കുമ്പപ്പാട്ടിൽ തന്തൻ താരേ തപ്പും തൊടിയും താനാനാനെ താനാനാനെ, അത് അതിന്റെ ലീഡ് പോർഷൻ പാടിയേക്കുന്നത് രാജാ സാറും മഞ്ജരിയുടെ. അതിന്റെ ആ ലീഡ് പോർഷൻ ഏറ്റു പാടിയേക്കുന്നത് ആ ഒരു സോങ്ങിന് വേണ്ടി മാത്രമായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ നിന്ന് പുള്ളി ഈ ഗ്രൂപ്പ് പാടാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. അല്ലാതെ തമിഴ്നാട്ടിൽ ഇത് കോഴ്സ് ചെയ്യാൻ ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ മാഷിന്റെ ടീം തന്നെ പാടണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചു. അതൊരു അനുഭവമായി. അതൊരു സന്തോഷം നിറഞ്ഞൊരു സന്തോഷം. ഇനി സങ്കടം. രണ്ടാമത്തെ സങ്കടം, അതായത് നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത വർഷമുണ്ട്. ഒരു ഓണം ഇപ്പം റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിലാണ് ഒരു ഔട്ടത്തിൻ്റെ പരിപാടി കൊല്ലത്ത് ഒരു സ്ഥലത്ത്, കരിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് പരിപാടി. സെക്കൻഡ് സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, ചെങ്ങന്നൂർ പ്രദേശമാണ്. ഡബിൾ പ്രോഗ്രാമാണോ? ഡബിളാ. അപ്പം ഇത് നമ്മളൊരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ സെക്കൻഡ് വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് ബാനർജി ഞങ്ങൾ ഒരുമിച്ച് കനൽ എന്ന് പറയുന്നൊരു ടീമുണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്യുന്ന സമയം ബാനർജി അന്നേരം ഇത് ക്ലബിൻ്റെ പരിപാടിയാണ്, എപ്പോൾ തുടങ്ങും എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് ആലോചിക്കാം, നിങ്ങൾ ഫസ്റ്റ് പരിപാടി തന്നെ നമുക്ക് നടത്താം അടുത്ത പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടാമത്തെ പരിപാടിയെക്കുറിച്ച് ആലോചിക്കേണ്ട, അത് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങളൊരു 1 മണി 1:30 ആകുമ്പോഴത്തേന് നിങ്ങളിങ്ങനെ വന്നാൽ മതി, ഞങ്ങൾ അതുവരെ ഹോൾഡ് ചെയ്തോളാം. ആ ധൈര്യം കൊടുത്ത് ഞങ്ങൾ കൊല്ലത്ത് കരിക്കോടിയല്ലേ. അപ്പോൾ ഈ റിയാലിറ്റി ഷോ അന്ന് ഇറങ്ങി കേരളത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അവിടെ ചെന്ന് നമ്മളൊരു പ്രോഗ്രാം സൈറ്റിൽ ചെന്ന് നമ്മുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മസിൽ പിടിക്കാനൊന്നും പറ്റത്തില്ല. അന്നത്തെ സാഹചര്യത്തിലും ഇപ്പോഴും മസിൽ പിടിക്കാൻ പറ്റത്തില്ല, ആൾക്കാർ വാരി അലക്കും. അവിടെ റിയാലിറ്റി ഷോയുടെ മത്സരം നടക്കും. എവിടെ? ഈ ക്ലബിൽ. അതിൻ്റെ മത്സരം 3 ജഡ്ജൊക്കെ ഇരുന്ന് അഭിപ്രായം പറയുന്നത് അതിൻ്റെ മത്സരം നടക്കും. ഞങ്ങൾ അവിടെ പരിപാടി തീരേണ്ട സമയത്താണ് ഞങ്ങളവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്ക്. പിന്നെ എനിക്ക് ഊഹിക്കാൻ പറ്റി. തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ പൊട്ടുമാറാണ് മിസ് കോൾ വന്ന് കിടക്കും. അവിടെ തിരിച്ച് ഞങ്ങൾ കരുനാഗപ്പള്ളി പുട്ടുകടയുടെ അവിടെ വന്ന് സൗണ്ടൊക്കെ ചങ്ങനാശ്ശേരി എന്താ വരുന്നത്. ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ അവിടെ പോകാൻ നമ്മൾ പ്രോഗ്രാം എഗ്രിമെൻ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പോകാൻ ബാധ്യസ്ഥരാണ്. പോയേ പറ്റത്തുള്ളൂ. അവർ 2 തന്നാലും മേടിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ അവരുടെ അടുത്ത് വടക്കോട്ടിരിക്കുകയാണെങ്കിൽ പ്രമാണം പണയം വെച്ചാൽ പോലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയാം. അങ്ങനെ തീരുമാനം എടുത്ത് പോകുന്നില്ല. 5 മണിയായി. അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? 5 മണിക്കൊന്നും പോകരുത്. ഒന്നാമതായി തൊട്ടപ്പുറത്തോട്ട് 6 പോകും, അവർ അടിച്ചെടുത്ത് ആറ്റിക്കളയും. അപ്പം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ബാനർജി അവരെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ സാഹചര്യം പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് പ്രോഗ്രാം ചെയ്യണം തൊട്ടടുത്ത ദിവസം. അപ്പം പിറ്റേന്ന് വിളിച്ചപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ അടുത്ത ദിവസം പ്രോഗ്രാം ചെയ്യണം 7 മണി. ഓക്കെ, സമ്മതിച്ചു. അപ്പം ഞങ്ങൾ മാനസികവും ശാരീരികവുമായി ഞങ്ങൾ സജ്ജരായി, എന്ത് സംഭവിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ. അപ്പോൾ ഈ കൊടുങ്കാറ്റിന് മുമ്പുണ്ട് കടലിങ്ങനെ ഉൾവലിഞ്ഞു, എന്ത് സംഭവിക്കാം, ഇതെന്താ ലേറ്റ് ആകുന്നതെന്നുള്ളൊരു
പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ബൈജു ആണെന്ന് തോന്നുന്നു, ഫോണിൽ ചെറിയൊരു ഫോൺ ഉണ്ട്, അത് നോക്കിയുടെ ഒരു ഫോൺ. പുള്ളിക്ക് എന്തോ ഒരു കോള് വന്ന് പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഒരാൾ വന്നു കൈക്ക് ഒരു ഒറ്റയടി ഫോണിങ്ങനെ കറങ്ങി ഒരു മിറ്റിൽ കൂനയ്ക്കകത്ത് കയറി രണ്ടായിട്ട് പൊളന്ന്. പിന്നെ എൻ്റെ പൊന്നും മനേട്ട, പിന്നെ 7 വെള്ളത്തിൽ കുളിച്ചാൽ അതിൻ്റെ വാട മാറത്തില്ല, അതേപോലുള്ള തെറിയാണ് വിളിക്കുന്നത്. മുഖത്ത് നോക്കി 4 മണിക്കൂറൊന്ന് പാടി. എന്നിട്ട് വെള്ളം പോലും നമുക്ക് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം. ചോദിച്ച അപ്പം തെറിയ. ഇത് എവിടെ സ്ഥലം? ഞാൻ പോണില്ല. അതാ പിന്നെ എന്നിട്ട് അതോ അച്ഛനും അമ്മയ്ക്കും മാത്രം നല്ല മനോഹരമായ തെറി, ഭയങ്കര. ഇപ്പോഴും അത് അവരന്നേരം അന്ന് നമ്മളെ 2 അടി അടിച്ചാലും നമുക്ക് അത്രയും സങ്കടം വരത്തില്ലായിരുന്നു. പക്ഷെ നമുക്കൊന്നും പറ്റാത്തൊരു സാഹചര്യം. നമ്മൾ വേറൊരു ദേശത്ത് നിന്ന് നമ്മൾ പരിപാടിക്കായിട്ട് ചെന്ന് നമ്മളവിടെ പ്രതികരിക്കാനോ തിരിച്ച് തിരിവിളിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. കേൾക്കുക എന്നുള്ളതല്ലാതെ പിന്നെ നമ്മളുടെ സാഹചര്യം പറഞ്ഞിട്ട് പോലും അവരത് മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ 1-2 തവണ പരിപാടിക്ക് ബാനർജിയെ തന്നെ വിളിച്ചായിരുന്നു. അതിലെ ബസ്സിന് പോയാൽ തന്നെ കണ്ണടച്ചിരിക്കുമല്ലേ? ബാനർജിയെ തന്നെ വിളിച്ചായിരുന്നു 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അവരോട് ചോദിക്കാവുന്നു, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് ബാനർജി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഇന്നപോലെ ആ സ്ഥലത്തുനിന്ന് പരിപാടിക്ക് വിളിച്ചപ്പോൾ പോയി ചെയ്യരുത്. ഞാൻ പറഞ്ഞാലിയാ ഞാൻ എന്തായാലും ഇല്ല, നിങ്ങൾ പോകുന്നേ പൊക്കോ, എനിക്ക് എന്തോ അതങ്ങോട്ട് പറ്റുള്ള. പിന്നെ പോയിട്ടില്ല ഞാനവിടെ. അത് മാനസികമായിട്ടൊരു വിഷമം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതൊരു കലാകാരനും ഉണ്ടാവും. ഈ അടുത്തിടയ്ക്കും അതുപോലെ തന്നെ ഈ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പരിപാടിക്ക് എന്നിട്ട് നമ്മൾ ഈ ഒരു സംഗീതമായിട്ട് ആസ്വദിച്ചാൽ പോരെ. ക്ഷേത്രത്തിൽ എന്തിന്, അതായത് ഒരു മുസ്ലിം ചുവയുള്ള ഒന്നാനാം നല്ലൊരു ഇളം കവുങ്ങി അങ്ങനെ ഇലവിരിച്ചാടണ പാക്കവും ഇന്തല പൂത്ത പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ആ ഒരു ഈണത്തിലുള്ള ഒരു പാട്ട് പാടിയ ഒരു പുള്ളിക്കാരൻ വന്ന് വൻ പ്രശ്നം. ഭയങ്കര രസകരമായിട്ട് പരിപാടി പോയിക്കൊണ്ടിരുന്ന 1 മണിക്കൂറിനകത്ത് വെച്ചിട്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്യേണ്ട പോലീസ് അപ്പോഴത്തേനും ടൈം കഴിയും. ഇപ്പം ഈ 10 മണി 11 മണിക്കകത്ത് വൈൻഡപ്പ് ചെയ്യണമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മളുടെ ടൈം. ഞാൻ പറയാം സാറേ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ചില പ്രോഗ്രാം സ്ഥലങ്ങളിൽ ഇങ്ങനെ ചില ആളുകളുണ്ട് സംഗീതമായിട്ട് ആസ്വദിച്ചു. അവർക്കത് അങ്ങനെ കാണാൻ പറ്റില്ല, അവർക്ക് അവിടെ ഒരു വിഷയം ഉണ്ടാക്കണം. അതെന്തിനാ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി 90% ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. അവന്റെ ഒരു ആത്മസംതൃപ്തി പുറകിൽ വന്ന് പ്രകടിപ്പിക്കും. അതെ, വൻ പ്രശ്നമായിരുന്നു. പരിപാടി നിർത്തി.